ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ കാരണം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 98 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു 2020 98 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്നോട് കുറെ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. വയറ് കൂടുതലാണ്, നിത്യഗർഭിണി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 115 കിലോന്റെ കൂടുതൽ എത്തണമെന്നായിരുന്നു. 115 കിലോന്റെ കൂടുതൽ എത്താനുള്ള കാരണം എന്റെ ഫാദർ 115 കിലോന്റെ മേളിൽ വെയിറ്റ് ഉണ്ടായിരുന്നു. എന്റെ അമ്മ പറഞ്ഞു കേട്ടൊരു കാര്യം, എന്റെ അമ്മയാണെങ്കിലും പിന്നെ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ പറഞ്ഞ കാര്യം, നിന്റെ ഫാദർ അല്ലെങ്കിൽ നിന്റെ പപ്പ നല്ല ഒത്ത സൈസും കാര്യങ്ങളായിരുന്നു, ഒരാൾ പോലും ഒറ്റയ്ക്കൊന്നും തല്ലാൻ ചെല്ലത്തില്ല പറഞ്ഞിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല തടിയുണ്ട്, അതിനനുസരിച്ചുള്ള ഗെറ്റപ്പും ഉണ്ട്. അപ്പൊ എനിക്കത് ഊറ്റം കൊണ്ടിട്ട് എന്ത് ചെയ്തത്, ഞാനും ഇതേമാതിരി വെയിറ്റ് കൂട്ടാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. വെയിറ്റ് കൂടി. ആദ്യമൊക്കെ വെയിറ്റ് കൂടത്തില്ല, അന്നൊക്കെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ അഭ്യാസം ഉള്ളതുകൊണ്ട് വെയിറ്റ് കൂടത്തില്ലായിരുന്നു. പക്ഷെ വിദേശത്ത് പോയി, സൗദി അറേബ്യ പോയി, അവിടെ ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, ജോലിയുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ഭക്ഷണമുണ്ട്. വെയിറ്റ് കൂടി വന്നപ്പോൾ ഡെയിലി വെയിറ്റ് നോക്കും, വെയിറ്റ് കൂടി വരുന്നു. പക്ഷെ 98 കിലോ എത്തി. ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. 98 കിലോ എത്തിയപ്പോ സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി, ഒരു രാവിലെ പ്രഷർ കുറയാൻ തുടങ്ങി, അങ്ങനെ ഒരു അലർജി വരാൻ തുടങ്ങി, ഡസ്റ്റ് അലർജി വരാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ ദിവസം ചെല്ലുന്നതോറും ആരോഗ്യം കുറയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതേമാതിരി ഞാൻ ആ സമയം വർക്ക് ചെയ്തത് കോഴിക്കോട് നല്ലിടത്തുള്ള ഒരു സോളാർ പ്രിന്റിങ് ആൻഡ് പാക്കേജിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ECG എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ, വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ തന്നെ ബ്ലോക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്, സീരിയസ് ആയി തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എനിക്ക് തോന്നി വെയിറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഒരു കോച്ചിനെ പരിചയപ്പെട്ടു. കോച്ച് പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്തു. 3 ദിവസം കൊണ്ട് ഏകദേശം 1 കിലോന്റെ മേളിൽ വെയിറ്റ് കുറഞ്ഞു. കറക്റ്റ് ആയിട്ട് കോച്ച് പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്ത സമയത്ത് 3 മാസം കൊണ്ട് 19 കിലോ വെയിറ്റ് കുറച്ചു. അത് ഭയങ്കര എനിക്ക് അതിശയായി. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങി, ഹെൽത്ത് നല്ല രീതിയിൽ കുറവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ച് റിസൾട്ട് എടുത്ത സമയത്ത് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ അമ്മ റിസൾട്ട് എടുത്തു, എൻ്റെ വൈഫ് റിസൾട്ട് എടുത്തു. വൈഫ് 26 കിലോ വെയിറ്റ് കുറച്ചു. ആ രീതിയിലൊക്കെ നല്ല റിസൾട്ട് എടുത്ത് ഇപ്പൊ 4 വർഷമായിട്ട് വളരെ ഹെൽത്തി ആയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഹാർട്ട് ബീറ്റ് കൂടുതലായിരുന്നു, സ്കിന്നിന് ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രഷർ ഡൗൺ ആവുമായിരുന്നു. അങ്ങനെ അതിനോടനുബന്ധിച്ച് ഒരുപാട് ആരോഗ്യ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നോർമലായി ഇന്ന് വളരെ ഹെൽത്തി ആയിരിക്കും. ചിലപ്പോൾ എന്നെ കളിയാക്കുന്നുണ്ടാവാം, അങ്ങനെയാണ് ഇതൊക്കെ കളിയാക്കുന്നുണ്ടാവാം. പക്ഷെ എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത്, ഹെൽത്തി ആയിട്ട് എല്ലാ ഫുഡും കഴിച്ച് എന്നെ കഴിക്കേണ്ട കുറെ ഫുഡുകൾ ഒഴിവാക്കേണ്ട കുറെ കാര്യം ഒഴിവാക്കി കോച്ചിന്റെ നിർദ്ദേശപ്രകാരം വെയിറ്റ് കുറച്ചത് ഇപ്പൊ 4 വർഷമായി. ചിലപ്പോൾ നിങ്ങൾ എന്റെ എന്റെ ഫേസ്ബുക്കിൽ കാണാം, ഞാൻ എന്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ, എന്റെ വൈഫിന്റെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ, അല്ലെങ്കിൽ ഞാൻ എടുത്തു കൊടുത്ത ഇതിന് ട്രെയിനിങ് എടുത്ത് ഞാൻ എടുത്തു കൊടുത്ത റിസൾട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവാം. ചില കുറെ പേര് കളിയാക്കുന്നുണ്ട്, കുറെ പേര് എന്നെ പരിഹസിക്കുന്നുണ്ട്, നോ പ്രോബ്ലം. പക്ഷെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. ഞാനിത് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ കോച്ചിനോടാണ്. അവർ ഒരുമിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, സിസ്റ്റം കറക്റ്റായിട്ട് പറഞ്ഞു തന്നു, റിസൾട്ട് എടുത്തു. ഇതിനൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നത് എൻ്റെ കോച്ച് സുധീർ സാർ, സാനി മാഡം, ഞാൻ സ്വന്തമായിട്ട് താങ്ക്സ് പറയുന്നു. കാരണം അത്രമാത്രം റിസൾട്ട് എനിക്ക് എടുത്തു തന്നു. ഓക്കെ, താങ്ക് യു.